നമ്മുടെ നാട്ടിലൊരു സ്വഭാവമുണ്ട്. ഉമ്മാനെ കൊണ്ട് വീട് കുടിയിരിപ്പിക്കുക, ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക, ഉമ്മാനെ കൊണ്ട് കുറ്റിയെടുപ്പിക്കുക. ഇത് പുതിയൊരു റിസർച്ചിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംവിധാനമാണ്. സത്യത്തിൽ ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഉമ്മയ്ക്ക് പ്രത്യേകത വരുന്നത് എൻ്റെ ഉമ്മയ്ക്ക് എനിക്ക് പ്രത്യേകത, അത് ഉമ്മ ഞാൻ ബഹുമാനിക്കണം എന്ന്. എൻ്റെ ഉമ്മയെ ഞാൻ ബഹുമാനിക്കണം. ഞാനൊരു മകനായിരിക്കും, എൻ്റെ ഉമ്മയെ ഞാൻ റെസ്പെക്ട് ചെയ്യണം, അത് എൻ്റെ ഒരു കടമയാണ്. പക്ഷെ എൻ്റെ ഉമ്മാക്ക്, ഉമ്മ എന്നൊരു വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. പക്ഷെ തങ്ങന്മാർ അങ്ങനെയല്ല, അവർ പ്രത്യേകതയുള്ളവരാണ്. തങ്ങന്മാർ പ്രത്യേകതയുള്ളവരാണ്. അവർ ജന്മനാ ബറക്കത്തുള്ള ആളുകളാണ്. അവരുടെ രക്തത്തിൽ അള്ളാഹിന്റെ ഹബീബിന്റെ രക്തമാണ് അവിടെ ഒഴുകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളാണവർ. നമ്മുടെ ഭാര്യ ഉമ്മയാണ്, നമ്മുടെ ഭാര്യ ഉമ്മയാണ്. പക്ഷെ നമ്മൾ ഭാര്യയെ ഏതെങ്കിലും ഒരു ഷോപ്പ് കൊണ്ടിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും, നീ ചെയ്യുന്ന പറഞ്ഞിട്ട്. ഇതേ ഭാര്യ മക്കളുടെ ഉമ്മയാണ്. മക്കൾക്ക് ഭാര്യയെ റെസ്പെക്ട് ചെയ്യണം, മക്കൾ ഭാര്യ റെസ്പെക്ട് ചെയ്യണം എന്ന് വെച്ചിട്ട് വീട് കൂടിയിരിക്കുന്നത് ഉമ്മ അവിടെ ഒന്നും എവിടെ ഇല്ല. ഉമ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബർക്കത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഉമ്മ കുറ്റിയടിച്ചുകൊണ്ട് ആ വീട്ടിൽ ബർക്കത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉദ്ഘാടനം ചെയ്യേണ്ടത് സയ്യിദന്മാരാണ്. വീട് കുടിയിരിക്കേണ്ടത് തുറക്കേണ്ടത് ഉസ്താദുമാരാണ്, അത് തങ്ങളാണ്. കുറ്റടിക്കേണ്ടത് തങ്ങളാണ്. അല്ലെങ്കിൽ നല്ല ഉഖ്റവിയായ ആലിമീങ്ങൾ ബർക്കത്തുള്ളവരാണ്. തങ്ങന്മാരൊക്കെ കൂടിയിരിക്കുമ്പോൾ ഉമ്മാനെ അടുത്തിരുത്തിച്ചോളി, ഉമ്മാനെ പരിഗണിക്കണം നമ്മൾ. ഇത് തങ്ങന്മാർക്ക് പൈസ കൊടുക്കാൻ മടിയുള്ള ആളുകൾ ഉണ്ടാക്കിയ പുതിയൊരു റിസർച്ചിന്റെ ഭാഗമാണ് ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ തങ്ങളൊക്കെ വിളിച്ചാൽ 10,000 കൊടുക്കേണ്ടി വരും. ഉമ്മാകുമ്പോൾ ഉമ്മാനോടുള്ള സ്നേഹം നാട്ടുകാർ കാണുകയും ചെയ്തെന്ന പൈസ കൊടുക്കണ്ട. അതിനുവേണ്ടി ഉണ്ടാക്കിയ പുതിയൊരു റിസർച്ചാണ് ഈ ഉമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഞാൻ പറയുന്നത് ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. പക്ഷേ മക്കൾ ഉമ്മാനെ റെസ്പെക്ട് ചെയ്യണം. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ. മാതാപിതാക്കളുടെ പൊരുത്തുണ്ടെങ്കിൽ അള്ളാഹിന്റെ പൊരുത്തുണ്ടാവുള്ളൂ. മാതാപിതാക്കളുടെ കോപമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെയും കോപം ഉണ്ടാകും. അപ്പോൾ മാതാവിനെ റെസ്പെക്ട് ചെയ്യുക, മാതാവിനെ ബഹുമാനിക്കുക എന്നതിനപ്പുറം ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക, കുറ്റടിപ്പിക്കുക എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവരെ നമ്മൾ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉദ്ഘാടനം ചെയ്യാൻ അതിൻ്റെതായ അർഹരായ ആളുകൾ ഉണ്ടാവണം.